മുഖത്തെ കറുത്ത പാടുകൾ, അതുപോലെ തന്നെ ഈ അരിമ്പാറ പോലുള്ള മുഖത്തിങ്ങനെ കുത്തുകുത്തുകൾ, ഈ കാണുന്ന പോലുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടോ? ഒറ്റ മൂലി കൊണ്ട് മാറ്റാം. എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം, കാർത്തിക ആയുർവേദിക് സഞ്ജൂർ, നമ്പിശമ്പടി. കറുത്ത പാടുകൾ ഈ അരിമ്പാറ പോലെ ചെറിയ ചെറിയ മണിമണിയായിട്ട് നമ്മുടെ സ്കിന്നിലും മുഖത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ബാക്ടീരിയ ഇൻഫെക്ഷനാണ്. അപ്പൊ അത് നമുക്ക് തോന്നുന്നത് എന്താണ് ഇതിങ്ങനെ വന്നിടക്കണമെന്ന് തോന്നും. ചില ആൾക്കാർക്ക് കഴുത്തിലൊക്കെ ഉണ്ടാവും, പെണ്ണുങ്ങൾക്ക്. പിന്നെ കണ്ണിന്റെ ഈ ഭാഗം ഈ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, കഴുത്തിലൊക്കെ ഉണ്ടാവും. ഇതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാർ ഒരു ഭംഗി കുറയെന്ന് മാത്രമല്ല, ഒരു വൃത്തികേട് പോലെയാണ്. പിന്നെ അത് നമ്മുടെ കുടുംബം അത് പകരും ചെയ്യുന്നത്. ഈ സാധനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുരു ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പാലുണ്ണി ഉണ്ടായാൽ നിൽക്കുന്ന പോലെയല്ല, ഇത് പകർച്ചവ്യാധി കൂടിയാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മുടെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ ഭർത്താവിനും അങ്ങനെ മക്കൾക്കൊക്കെ വരുന്നൊരു സാധനം കൂടിയാണ്. അപ്പൊ അതിന് നമുക്ക് വളരെ എളുപ്പത്തിൽ മാറ്റുന്ന ഒരു സംഭവമാണ് ഇരട്ടി മധുരം എന്ന് പറഞ്ഞ സാധനം. ഇരട്ടി മധുരം നല്ല മൂത്തത് വേണം. ചിലത് എന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരം ആ ഉള്ളിൽ നല്ല മഞ്ഞ കളറായിട്ട് എടുക്കുക. അത് ചെറുതായി നുറുക്കി നന്നായി പൊടിച്ചിട്ട്, എന്ന് വെച്ചാൽ നമ്മള് പാക്കറ്റ് മേടിക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അതില് ഇരട്ടി മധുരത്തിന്റെ തന്നെ നല്ലൊരു മൂത്ത ഭാഗമല്ലാത്ത വേഗം പൊടിയാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചോദിച്ചാൽ ഈ ചെറിയ ചെറിയ ചില്ലും കൊമ്പൊക്കെ വിട്ടിരും. അപ്പോൾ അതല്ലാതെ നല്ലതെടുത്തിട്ട് ഈ സാധനം അരയ്ക്കുക. ഒന്നെങ്കിൽ അരച്ചിട്ട് തേനും കൂടി ചാലിച്ച് പരട്ടുക. അപ്പൊ അരയ്ക്കുമ്പോൾ എന്താണ്, തേനിൽ അരയ്ക്കാം. ഈ തേൻ എന്ന് പറഞ്ഞ സാധനം ഒറിജിനൽ ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ ചെയ്യാൻ പറ്റും. ഇത് ചെറുതാക്കി നുറുക്കി നമ്മൾ പൊടിച്ച് നൈസ് പൗഡറാക്കി വെച്ചതിന് ശേഷം തേനിൽ ചാലിച്ച് പരട്ടാം. ഇതൊന്നും പറ്റാത്തവരാണെങ്കിൽ ഈ ചന്ദന അരയ്ക്കുന്ന കല്ല് പോലത്തെ കല്ലിന്റെ മേലെ ഈ തേനും ഇതും കൂടി അരയ്ക്കുക. അരച്ചിട്ട് ഇത് പേസ്റ്റ് പോലെ പരട്ടിയിട്ടിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം അടുപ്പിച്ച് ആയി കഴിഞ്ഞാൽ അത് തന്നെ കൊഴിഞ്ഞു പോകും എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ കറുത്ത പാടുകൾ നിൽക്കുകയാണെങ്കിൽ, ഇപ്പോ ചില എന്തെങ്കിലും സാധനം ഇപ്പൊ മുഖത്തുനിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെതായ ഷെയ്ഡോ കറുപ്പോ ഉണ്ടെങ്കിൽ ഇരട്ടി മധുരത്തിന്റെ കൂടെ മഞ്ചട്ടിക്കോല്, മുൾത്താണിവട്ടി, രക്തചന്ദനം, കസ്തൂരി മഞ്ഞളും കൂടി ചേർക്കുക. അപ്പോൾ ഈ ചേർത്ത പൊടി നമുക്ക് മുഖം, കഴുത്ത്, കക്ഷം, അണ്ടർആംസ് എവിടെ വേണമെങ്കിലും തേക്കാം. അപ്പൊ ഇത് തേക്കുമ്പോൾ എന്താ വെച്ചാൽ മുഖത്ത് ഉണ്ടായിരുന്നത് ഇപ്പൊ കരിമംഗലം പോവും, കറുത്ത പാട് പോവും, അങ്ങനെ മുഖത്തിനോട് ബന്ധപ്പെട്ട എല്ലാ സംഭവവും വിട്ടുപോകുന്ന ഒന്നുകൂടിയാണ്. സൗന്ദര്യം എന്ന് പറയുന്നതൊക്കെ കെയർ ചെയ്താൽ മാത്രം നിൽക്കുന്നതാണ്. ചില ആൾക്കാർക്ക് ഇത് ഡ്രൈ സ്കിൻ ആയിരിക്കും, ചില ആളുകൾക്ക് എന്താണ് നാളെ ഈ ഓയിൽ സ്കിൻ ആയിരിക്കും. അപ്പൊ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനെ ഒരു വരണ്ടതുണ്ടായിരിക്കും. അവർക്ക് വെച്ചാല് നല്ലത് ഓയിൽ തേക്കലാണ്. അത് ചർമ്മകാന്തി എന്ന് പറഞ്ഞിട്ട് കേരതൈലുണ്ട്, ആമസോണിൽ കിട്ടും. അത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കറുത്ത പാടും കരിമംഗലും ഒക്കെ പോകും. പിന്നെ എല്ലാ തരത്തിലുള്ള കറുത്ത പാടും കരിമംഗലും കാര്യങ്ങളും ഈ ഷെയ്ഡും ഒക്കെ വിട്ടുപോയിട്ട് നല്ല തൂവെള്ള കളറാവും. അത് ചർമ്മകാന്തി കേരതൈലം എന്ന് പറയാം. അത് ആമസോണിൽ കിട്ടും. അതിന്റെ ലിങ്കും ഇതിൽ കൊടുക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. കാരണം ഓയിൽ സ്കിന്നുള്ള ആൾക്കാർക്ക് ഓയിലും വീണ്ടും കൂടി പറ്റുമ്പോൾ ആ ഇങ്ങനെ ഒരു ചെറണ പോലെ തോന്നും. അപ്പൊ അതിന് നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന കൂട്ടി ചെയ്യാം. ഇരട്ടി മധുരം, രക്തചന്ദനം, മുൾത്താണിമട്ടി, കസ്തൂരി മഞ്ഞളിന്റെ പൊടി, മഞ്ചട്ടിക്കോലിന്റെ പൊടി, ഇതും ഒക്കെ കൂടി ചേർത്തിട്ട് ഒക്കെ ഓരോ പാക്കറ്റ് മേടിക്കുക. എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് 12 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ അടുപ്പിച്ച് വരണം. ഇതിന് ശേഷം നമ്മൾ എന്താണ്, ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഉപയോഗിച്ചാൽ മതി. ഇത് ഉപയോഗിക്കുമ്പോൾ വൈകിട്ടാണ് ഉപയോഗിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ രാവിലെ ഇത് പരട്ടി കഴിഞ്ഞാൽ ഇതിനൊരു ഷെയ്ഡ് പിടിക്കും, ഒരു മങ്ങിച്ച വരും. അപ്പൊ നമുക്കറിയാം രാവിലെ ഇതൊക്കെ പരട്ടി കഴുകി പോയിട്ട് പോവില്ല. അപ്പൊ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് എന്താ, ഇത് അണ്ണാച്ചികൾ നടക്കണ പോലെ ഈ മുൾത്താണി വെട്ടി ഈ മഞ്ഞൾ തേച്ചതിന്റെ പിടുത്തെന്നൊക്കെ തോന്നും. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ തേക്കാം. ഇത് വൈകിട്ട് ചെയ്യുമ്പോൾ ഇത് പരട്ടിയതിന് ശേഷം നന്നായി വെള്ളമൊക്കെ കണ്ട് വറ്റി ഡ്രൈ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം തെളിക്കുക. എന്നിട്ട് അത് വീണ്ടും വറ്റി കഴിഞ്ഞാൽ നന്നായി മുഖത്ത് കണ്ട് ഒരതിയിട്ട് അങ്ങനെ തേച്ച് കഴുകുക. കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഏത് സാധനം എന്താ പറയാ എല്ലാ തരത്തിലുള്ള കരിവാളിപ്പും മാറി സുന്ദരനും സുന്ദരിയാവാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈദ്യൻ ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും